2023 ഈക്കോ ആണ് വണ്ടി. 5 സീറ്റ് AC ആണ്. ഫസ്റ്റ് ഓണർ. 22,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. അടുത്ത നമുക്ക് 1 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റ് വരുന്ന ഒരു വണ്ടിയാണ്. 2009 ഓൾട്ടോ LXi ആണ്. 2019 സ്വിഫ്റ്റ് VXi ആണ്. വണ്ടിയുടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് 4 പുതിയ ടയറാണ് വണ്ടിക്ക് കിടക്കുന്നത്. ഏകദേശം ഒരു 1000 കിലോമീറ്ററിനകത്ത് ഈ 4 ടയറും യൂസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത നമുക്കൊരു സെലീരിയോ VXi ആണ്. നമ്മൾ വാഗണാർ നോക്കുന്ന കസ്റ്റമർക്ക് ചോയ്സ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 2017 സെലീരിയോ VXi. 2021 വാഗണാർ ZXi മോഡലാണ്. VXi അല്ല, ZXi 1.2 ആണ്. സിംഗിൾ ഓണറാണ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. തിരുവനന്തപുരം വിട്ട് നമ്മൾ കൊല്ലത്തോട്ട് വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറയുന്ന ഭാഗത്താണ് വന്നേക്കുന്നത്. പോപ്പുലർ യൂസ്ഡ് കാസിലാണ് ഇന്ന് വന്നേക്കുന്നത്. ഒരു 30,000 രൂപയ്ക്ക് ഒമിനി എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ മുതലുള്ള എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. 30,000 രൂപയുടെ ഒരു വണ്ടിയേ ഉള്ളൂ. ബാക്കി വണ്ടികളൊക്കെ അതിൻ്റേതായ വിലകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ 30,000 രൂപ തൊട്ട് നോക്കാവുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ സുനേഷ് ബ്രോ പറഞ്ഞോ. നമസ്കാരമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ? നമുക്ക് ഈ തവണ ഒരു 30,000 രൂപ ഒരു 800 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2001 800 ആണ്. നമുക്ക് ഏകദേശം ഒരു 2 വർഷം പേപ്പറുള്ള വണ്ടി. അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് മോഡൽ. അതിൽ തുടങ്ങി നമുക്ക് ഏകദേശം പുതിയ മോഡൽസ് കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. സെഡാൻ ടൈപ്പ് ആണെങ്കിലും ഹാച്ച് ബാക്ക് ആണെങ്കിലും കുറേ മാരുതിയുടെ വണ്ടികളുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു 8 ലക്ഷം രൂപയുടെ ബഡ്ജറ്റുള്ള വണ്ടിയുണ്ട്. നമുക്ക് അതിനകത്ത് മോഡൽ കൂടിയ കുറച്ച് വണ്ടികളുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്ന് ആ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. ആ വിശേഷങ്ങൾക്കാണ് എന്നെ വിളിച്ചത്. എന്നിട്ട് 30,000 രൂപയുടെ വണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് അതാ 30,000 വണ്ടി ഉണ്ടല്ലോ നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞല്ലോ, 2001 800 30,000 രൂപയുടെ നല്ല വണ്ടി കിടപ്പുണ്ട്. പിന്നെ 2009 ഒരു LXi കിടപ്പുണ്ട്. അത് ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഏകദേശം 5 വർഷം നമുക്ക് പേപ്പർ വരുന്നുണ്ട്. അത് 800 ആണ്. അത് ഓൾട്ടോ LXi ആണ്. 2029 9 മാസം വരെ പേപ്പറുണ്ട്. 2009 LXi ആണ് ഓൾട്ടോ. അത് രണ്ടുകൊണ്ട് നമുക്ക് കിടക്കുന്ന 1 ലക്ഷത്തിന് താഴെയുള്ള ചെറിയ വണ്ടികൾ. പിന്നെ നമുക്ക് ഓൾട്ടോ LXi കിടപ്പുണ്ട്, സെലീരിയോ കിടപ്പുണ്ട്, അതുപോലെ തന്നെ വാഗണാർ, എക്സ്പ്രസോ, സ്വിഫ്റ്റ്, നമുക്ക് എല്ലാ ക്രൈറ്റീരിയയിലുള്ള വണ്ടികളും കിടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ വണ്ടികളും മാരുതിയിലുണ്ട്. പിന്നെ നമുക്ക് 2016 i20 കിടപ്പുണ്ട്, ലോ കിലോമീറ്റർ. അത് അതർ മോഡൽസ് ഒരു വണ്ടി കിടപ്പുണ്ട്. അത്യാവശ്യം നമുക്കൊരു ചെറിയ ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് മാരുതിയുടെ ലോ കിലോമീറ്റർ വണ്ടി നോക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ കുറേ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ബ്രോ, നമ്മൾ 30,000 രൂപയുടെ വണ്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു. ആ 30,000 രൂപയുടെ വണ്ടിയാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ബ്രോനെ അടുത്തോട്ട് വന്ന് എടുക്കുക. 2001 800 ആണ്. എൻ്റെ എഞ്ചിൻ വരുന്ന കാർബറേറ്ററാണ്. നമുക്ക് 2027 3 മാസം വരെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വണ്ടിയുടെ മെയിനായിട്ട് ഈ പഴയ വണ്ടിക്കകത്തൊക്കെ എല്ലാവരും നോക്കുന്ന പ്ലാറ്റ്ഫോം അത് കണക്കുള്ള കാര്യങ്ങളൊക്കെയാണ്. റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി പ്ലാറ്റ്ഫോം തന്നെയാണ് കിടക്കുന്നത്. പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഓണർഷിപ്പ് വരുന്ന തേർഡാണ്. ഇൻഷുറൻസ് 2026 3 മാസം വരെ ഉണ്ട് കേട്ടോ. അടുത്ത വർഷം 3 മാസം വരെ കിടപ്പുണ്ട്. പ്ലാറ്റ്ഫോം എല്ലാം നോക്കിയാണ്. പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഫുൾ പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്യാം. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിലും നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് എന്തായാലും ഒരു 10,000 കിലോമീറ്റർ സുഖമായിട്ട് അടുത്ത ടെസ്റ്റിൻ്റെ സമയം വരെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ്. ബോഡിയും കാര്യങ്ങളെല്ലാം നോക്കുക. പെട്ടെന്ന് നമുക്ക് എടുത്തൊരാൾക്ക് പെയിൻറ്റിങ്ങോ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സീറ്റിംഗ് ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും എല്ലാം 2001 വണ്ടി അപേക്ഷിച്ച് വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഇത്രയും പഴയ വണ്ടികൾ ചോദിക്കാൻ പാടില്ലാത്ത എങ്കിലും ചോദിച്ചോ, കുഴപ്പമില്ല. പാടില്ലാത്ത ചോദ്യമില്ല, നിങ്ങൾ ചോദിക്കുള്ളൂ, കുഴപ്പമില്ല, ചോദിച്ചോ. റീപ്ലേസ്മെന്റ് ഇല്ലാണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ധൈര്യമായിട്ട് വരുന്ന ഒരാൾക്ക് ചെക്ക് ചെയ്യാം. ഇത് റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ വലിയ കാര്യമില്ല. പക്ഷേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. 2001 800 ആണ്. നമ്മൾ 30,000 രൂപയാണ് ഇത് സെല്ലിങ് ഇട്ടേക്കുന്നത്. ഈ 30,000 രൂപയ്ക്ക് ഒരു ചെറിയ വണ്ടി ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമർക്ക് തീർച്ചയായിട്ടും പ്രയാണപ്പെടുന്ന ഒരു വണ്ടിയാണ്. ടയർസ് എല്ലാം ഉണ്ട്. ഏകദേശം 50% മേലെ ടയർസ് എല്ലാം കിടപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ബമ്പറിനൊന്നും സ്ക്രാച്ച് ഇല്ല, ബോഡിയിലും സ്ക്രാച്ച് ഇല്ല. പിന്നെ ചെറിയൊരു പെയിന്റ് കട്ടാവാത്ത ചെറിയ 1-2 ചളുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എടുക്കുന്നവരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 30,000 രൂപയ്ക്ക് 2001 800 ലാസ്റ്റ് പ്രൈസ് ആണോ? അല്ലല്ല, വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇനി ഒരുപാട് ഡിസ്കൗണ്ട് ഒന്നും പ്രതീക്ഷിക്കലും. അറിയാലോ, നമ്മൾ 30,000 ചെറിയൊരു വേരിയേഷൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അടുത്ത നമുക്ക് 1 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റ് വരുന്നൊരു വണ്ടിയാണ്. 2009 ഓൾട്ടോ LXi ആണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ 2024 നവംബറിൽ ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. അതായത് അടുത്ത 5 വർഷം നമുക്ക് പേപ്പർ ഭാഗം ഉള്ളൊരു വണ്ടിയാണ് ഓൾട്ടോ LXi എന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ ടയർ ഭാഗം നോക്കിയാൽ അത് ഫ്രണ്ട് 2 ഏകദേശം പുതിയ ടയർ തന്നെ കിടക്കുന്നത്. ബാക്ക് ഒരു ആവറേജ് ടയർ. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. സീറ്റ് കവറുണ്ട്, മാറ്റ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ടും ഉണ്ട്. പിന്നെ സെൻട്രൽ ലോക്കും സ്റ്റീരിയം, അന്നത്തെ ഒരു സെൻട്രൽ ലോക്കും സ്റ്റീരിയം വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് എടുത്ത് പെയിൻറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ട കണ്ടീഷനോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി കിടക്കുന്നത്.
എത്ര ചോദ്യം? ഇത് നമ്മൾ 90 രൂപ ഇട്ടേക്കുന്നത്. 2009 ഓൾട്ടോ LXi. ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർ വരും. സെക്കൻഡ്. അതെ അതെ. റീപ്ലേസ് ആയിട്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അറിയാലോ, ഇത് ബമ്പറിലും ഫ്രണ്ടിലൊക്കെ റീപെയിൻറ്റ് 1-2 പീസ് വന്നിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് വരുമല്ലോ, പഴയ വണ്ടിയല്ലേ. അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. മറ്റേ 8 അങ്ങനെയൊന്നും വന്നിട്ടില്ല. 8 പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ പറഞ്ഞാൽ റീപെയിൻറ്റ് വന്നിട്ടില്ലെന്ന് പറയുന്നില്ല. എന്നാലും നമ്മൾ ആ 2001 വണ്ടി അപേക്ഷിച്ച് വെൽ മെയിൻ്റെ ക്വാളിറ്റി കിടക്കുകയാണ്. ഇതിൻ്റെ വില 90. 2009 LXi ഒന്നുകൂടെ പറയാം. 90 രൂപ. അതെ അതെ. അടുത്തത് 2018 സ്വിഫ്റ്റ് ZXi പ്ലസ് ആണ്. നമുക്ക് സ്വിഫ്റ്റിൻ്റെ VXiയും ZXi ഒക്കെ വരും. ZXi പ്ലസ് എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് വരുന്ന വണ്ടിയാണ്. 37,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീയിലെ സെൻട്രൽ DRL, അതുപോലെ തന്നെ സ്ക്രീന്, ബാക്കിൽ ക്യാമറ, അങ്ങനെ നമ്മളെ വണ്ടിയുടെ എല്ലാ ഓട്ടോ AC എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വണ്ടിയാണ്. 2018 സ്വിഫ്റ്റ് ZXi പ്ലസ് ആണ് കേട്ടോ. നോക്കിയാൽ മതി. അതാണ്ട് നമുക്ക് ഫുൾ ഫീച്ചേഴ്സും ഒരു വണ്ടിക്കകത്ത് വേണ്ട എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഓൾറെഡി ZXi പ്ലസിനകത്ത് വരുന്നു. അതായത് സ്വിഫ്റ്റിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് ഇറക്കുന്നതിൽ. ടോപ്പ് വേരിയൻ്റ്, ഏറ്റവും ടോപ്പ് വേരിയൻ്റ്. നമുക്ക് VXi ZXi ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇത് വളരെ കുറച്ച് വണ്ടിയാണ്, റെയറായിട്ടാണ് വരുന്നത്. സീറ്റ് കവർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കുറവുള്ളൂ. ഇത് നമുക്ക് സീറ്റൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. സീറ്റ് കവറിൻ്റെ കാര്യം പറഞ്ഞിട്ട് സീറ്റിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 610 ഇട്ടേക്കുന്നത്. 37,000 കിലോമീറ്റർ ഓടിയ 2018 സ്വിഫ്റ്റ് ZXi പ്ലസ്. ഇത് നോർമലി 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉള്ള വണ്ടിയാണ്. നമ്മളൊരു ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഏകദേശം ഒരു 80-85% വരെ നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും. 2023 ഈക്കോ ആണ് വണ്ടി. 5 സീറ്റ് AC ആണ്. ഫസ്റ്റ് ഓണർ. 22,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ഇത് ന്യൂ മോഡൽ ഈക്കോ ആണ് വരുന്നത്. ഇതിനകത്ത് മൈലേജും കാര്യങ്ങളൊക്കെ പഴയ വണ്ടി അപേക്ഷിച്ച് കൂടുതലാണ്. പിന്നെ വണ്ടിക്കകത്ത് എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീഡോമീറ്റർ ഡിജിറ്റലാണ് വരുന്നത്. എയർ ബാഗ് എത്ര? ഇത് സിംഗിൾ എയർ ബാഗ് ആണ്. അതെ അതെ. ഇല്ല, അത് 22,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സീറ്റ് അവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഫിറ്റ്മെൻ്റ് എല്ലാം ഫുഡ് റെസ്റ്റും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാണ് വണ്ടിക്കകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരും. വണ്ടിക്ക് അങ്ങനെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഇല്ല. ഈ ബോഡിക്കകത്ത് കാണുന്ന ചെറിയ ചെറിയ ചളക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലാതെ അതെ, അങ്ങനെ 1-2 ചെറിയ ഡെൻ്റ് ഉണ്ട്. അറിയാലോ, ഈക്കോ കൂടുതലും നമ്മൾ ഈ ബിസിനസ് പർപ്പസിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ പാസഞ്ചർ വെഹിക്കിളല്ലല്ലോ വണ്ടി. പിന്നെ ബാക്കിൽ സെൻസർ വരുന്നുണ്ട് ഈക്കോയ്ക്ക്. അതായത് ഒരു പുതിയ വണ്ടി നോക്കുന്ന ഒരു കസ്റ്റമർക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 2023 ഈക്കോ 5 സീറ്റ് AC, ഫസ്റ്റ് ഓണർ, 22,000 കിലോമീറ്റർ, 1 വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഫിനാൻസും നമുക്ക് 80% വരെ ഫിനാൻസ് സൗകര്യമുള്ള വണ്ടിയാണ്. ചോദ്യം? ഇത് പ്രൈസ് ആയിട്ടില്ല എങ്കിലും ഒരു 5 സംതിങ് എന്തായാലും വരും ഉറപ്പായിട്ടും. വണ്ടി ഇപ്പം വന്നേ ഉള്ളൂ അങ്ങോട്ട്. അതാ ഞാൻ അങ്ങോട്ട് തിരിച്ചിട്ടേ വന്ന് പേപ്പേഴ്സൊക്കെ വരുന്നതേ ഉള്ളൂ. 2022 ഓൾട്ടോ 800 LXi മോഡലാണ്. സിംഗിൾ ഓണർ, 34,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നോർമലി കമ്പനി സർവീസാണ്. 1 വർഷം ഫസ്റ്റ് ടയർ കിടക്കുന്നത് ഏകദേശം കേട്ടോ. 1 വർഷം വാറണ്ടിയും ടയർ നമുക്ക് വേണമെങ്കിൽ മാറേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയാം. 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. അഡീഷണൽ ആയിട്ട് ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. റെയിൻ ഗാർഡ്, ഒരു ഫുൾ മാറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനി സീറ്റാണ് ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 2 എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ. ടയർ മാറി കൊടുക്കൂ? ടയർ നമുക്ക് നോക്കാം. നമുക്ക് ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട്, ടയർ വേണമെങ്കിൽ ടയർ മാറി കൊടുക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 2022 LXi ഓപ്ഷനിൽ ഓൾട്ടോ 800. എത്ര ചോദ്യം? ഇത് നമ്മൾ 350 സെല്ലിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത്. അതിനകത്ത് നമുക്ക് ടയറിൻ്റെയോ ഡിസ്കൗണ്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ കസ്റ്റമർക്ക് എങ്ങനെയാണോ ഫേവർ ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു 50,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. 2019 സ്വിഫ്റ്റ് VXi ആണ്. വണ്ടിയുടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് 4 പുതിയ ടയറാണ് വണ്ടിക്ക് കിടക്കുന്നത്. ഏകദേശം ഒരു 1000 കിലോമീറ്ററിനകത്ത് ഈ 4 ടയറും യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ഒരു 10-40,000 കിലോമീറ്ററിനകത്ത് ഈ ടയറിൻ്റെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നോക്കിയേ വേണ്ട. പിന്നെ വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അഡീഷണൽ ഫിറ്റ്മെൻറ്റായിട്ട് സ്പോയിലർ, അതുപോലെ തന്നെ സീറ്റ് കവർ, മാറ്റ്, റെയിൻ ഗാർഡ്, അങ്ങനെ അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ ബാക്കിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡെലിവറി സമയത്ത് നമ്മളായിട്ട് തന്നെ അത് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും ഉണ്ട്. ആണ് ഇൻറ്റീരിയർ നോക്കിയാൽ വെൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് ഇൻറ്റീരിയർ കിടക്കുന്നത്. സീറ്റ് കവറുണ്ട്, മാറ്റുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇൻറ്റീരിയറൊക്കെ നല്ല വെൽ നീറ്റ് ക്ലീനാണ് കിടക്കുന്നത്. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഇട്ടേക്കുന്നത് 580 2019 VXi 47,000 കിലോമീറ്റർ ഓടിയ വൈറ്റ് കളർ വണ്ടി. ഓക്കെ, 580. അപ്പോൾ എത്ര രൂപ ഇറക്കാൻ പറ്റും? നമുക്കൊരു 80,000 രൂപ മതി. 5 ലക്ഷം വരെ നമുക്ക് സുഖമായിട്ട് ലോൺ കൊടുക്കാം. 5 ലക്ഷം കിട്ടും? പിന്നെ തീർച്ചയായിട്ടും.
ഈ 85 എന്ന് പറയുന്ന തുക അത് ഡിസ്കൗണ്ട് ആണ്, നമുക്ക് നെഗോഷ്യബിൾ ആണ്. അതായത് ഒരുപാട് പ്രൈസ് ഡീവിയേഷൻ ഇല്ല, അറിയാലോ. ട്രൂ വാല്യൂ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഫിക്സഡ് പ്രൈസ് ആയിരിക്കില്ല, അതിനകത്ത് ചെറിയൊരു വേരിയേഷൻ. അതിനുപരി വണ്ടിക്ക് സർവീസും വാറണ്ടിയും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എത്ര മാസം? ഇത് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ്, ഇത് രണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സുനജ്, ഒരു ഡൗട്ട്, അതായത് ഈ 6 മാസം വാറണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, ആ സംഭവം ഇപ്പം പല സ്ഥലത്തു നിന്നായിരിക്കുമല്ലോ വണ്ടി എടുക്കാൻ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം അവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പോപ്പുലറിൻ്റെ അവിടെയുള്ള ഷോപ്പിൽ ഈ 6 മാസം വാറണ്ടി എന്ന് പറഞ്ഞാൽ മാരുതിയുടെ വാറണ്ടിയാണ്. മാരുതിയുടെ ഓതറൈസേഷൻ ആയ ഏത് ഔട്ട്ലെറ്റും കസ്റ്റമറുടെ ലൊക്കേഷൻ്റെ അടുത്ത് ഏത് ഔട്ട്ലെറ്റിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പോപ്പുലറിന് എടുത്തുകൊണ്ട് പോപ്പുലർ തന്നെ ചെയ്യണമെന്നില്ല. മാരുതിയുടെ ഓതറൈസേഷൻ സെൻറ്റർ ഏതാണോ, സാരഥി, ഇൻഡസ്, സായി, ABG, ഏത് സർവീസ് സെൻറ്ററിലും നമുക്ക് ഈ ഫ്രീ സർവീസും വാറണ്ടി ചെയ്യാം. എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ്. അടുത്ത നമുക്കൊരു സെഡാൻ ടൈപ്പാണ്. അത്യാവശ്യം ഒരു ഡിക്കി സ്പേസ് ഒക്കെ വണ്ടി നോക്കുന്ന കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 2014 ഡിസയർ VXi ആണ്. സിംഗിൾ ഓണർ, 56,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ടയറെല്ലാം സെക്കൻഡ് ടയറാണ്, ഇപ്പോൾ രണ്ടാമത്തെ ടയറാണ് കിടക്കുന്നത്. എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് അത്യാവശ്യം ഒരു 10-30,000 കിലോമീറ്റർ യൂസ് ചെയ്യാനുള്ള ടയറുണ്ട്. പിന്നെ നമുക്ക് ഇന്ത്യൻ നോക്കുകയാണെങ്കിൽ വെൽ ക്ലീൻ ആൻഡ് നീറ്റാണ്. നമുക്കൊരു സീറ്റ് കവർ, നല്ല കാണാൻ ഭംഗിയുള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, മാറ്റുണ്ട്. ബാക്കിയെല്ലാം വണ്ടിക്കകത്ത് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് 14 വണ്ടിയാണ്ട് പ്രത്യേകിച്ച് വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. 2020 വാറണ്ടി നമുക്ക് കൊടുക്കുന്നത് 2018 തൊട്ടാണ് വാറണ്ടി കൊടുക്കുന്നത്. 18? അതെ. ഇത് പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2025 വരെ ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 56,000 കിലോമീറ്ററാണ്. ഇപ്പോൾ ഏകദേശം ഒരു 54 സംതിങ് വരെ ജെന്യൂൻ സർവീസ് ഉള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും ഹിസ്റ്ററി ഫുൾ നമുക്ക് ചോദിക്കുന്ന കസ്റ്റമർക്ക് കൊടുക്കാം. 2014. പിന്നെ അന്ന് സെൻസർ ഒന്നും വരുന്നില്ല, ഇത് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും നമുക്ക് 390 നമ്മൾ സെല്ലിംഗ് ഇട്ടേക്കുന്നത്. 2014 ഡിസയർ VXi സിംഗിൾ ഓണർ വണ്ടി, 390. അടുത്ത നമുക്കൊരു സെലീരിയോ VXi ആണ്. നമ്മൾ വാഗണാർ നോക്കുന്ന കസ്റ്റമർക്ക് ചോയ്സ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 2017 സെലീരിയോ VXi. അതിൻ്റെ കിലോമീറ്റർ 30,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമ്മൾ വാഗണാറിനെ നോക്കുമ്പോൾ ആരെങ്കിലും കുറച്ചും കൂടെ സ്പേസും ഒരു വലിയ വണ്ടിയുടെ ഫീൽ തോന്നിക്കും. പിന്നെ നമുക്കിത് 6 മാസം വാറണ്ടി കവറേജുള്ള വണ്ടിയാണ്. ഫിനാൻസ് നോക്കുവാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 80-85%, അതായത് ഒരു 75 റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഫസ്റ്റ് ടയറാണെങ്കിൽ നല്ല ടയറുകൾ കിടക്കുന്നത്. ഇന്ത്യയിൽ നോക്കുവാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു സീറ്റ് കവർ, മാറ്റ്, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അഡീഷണൽ ഒരു സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കിലൊരു സ്പോയിലറുണ്ട്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് അല്ല. ബമ്പറിലൊക്കെ ചെറിയ പെയിന്റിങ് കാര്യങ്ങളൊക്കെ സർവീസ് ഹിസ്റ്ററിക്കകത്ത് വന്നിട്ടുണ്ട്, അല്ലാതെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. 2017 സെലീരിയോ VXi 30,000 കിലോമീറ്റർ ഓടി വണ്ടി, 390 റേഞ്ചാണ് നമുക്ക് പ്രൈസ് വരുന്നത്. 390? അതെ. നെഗോഷ്യബിൾ ആണ്. വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും പ്രൈസിനകത്ത് വേരിയേഷൻ ചെയ്ത് കൊടുക്കാം. വേറെ അപാകതകളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. അടുത്ത നമുക്കൊരു i20 ആണ്. 2016 മാഗ്നയാണ്. 32,000 കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. നോർമലി പ്രോപ്പർ കമ്പനി സർവീസാണ്. വണ്ടിയുടെ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ആവറേജിന് മേലെ ടയറുണ്ട്. നമുക്ക് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ വെൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബോഡിയിലൊക്കെ പെയിൻറ്റിങ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ടില്ല എടുക്കുന്ന ഒരു കസ്റ്റമർക്ക്. 2 എയർ ബാഗ്, ABS എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. 2016 മാഗ്ന പ്ലസ് സിംഗിൾ ഓണർ, 30,000 കിലോമീറ്റർ ഓടിയ i20 ആണ് വണ്ടി. എത്ര രൂപ ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്കൊരു 80-90 റേഞ്ച് എന്തായാലും വേണ്ടി വരും. എൻ്റെ പ്രൈസ് ഇട്ടേക്കുന്നത് 475 നെഗോഷ്യബിൾ ആണ്. വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർക്ക് തീർച്ചയായിട്ടും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. പെട്രോൾ അല്ലേ? പെട്രോളാണ്. ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജറായിട്ട് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, റീപെയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. അടുത്ത 2017 ഓൾട്ടോ 800 LXi ആണ്. 56,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. 17 ആകുമ്പോഴത്തേക്ക് നമുക്ക് 16 മോഡൽ ചേഞ്ച് വന്നു, ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. പുതിയ മോഡൽ വണ്ടിയാണ്. വണ്ടിക്കകത്ത് നോർമലി 6 മാസം വാറണ്ടി വരും. പിന്നെ നമുക്ക് ബോഡിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ടയർ ഭാഗം അത്യാവശ്യം നല്ല ടയറാണ്. അകത്തൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ, അങ്ങനെ ചെറിയ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് വണ്ടിയാണ്. 2017 ഓൾട്ടോ 800 LXi വണ്ടിയാണ്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മളെ വർക്കും കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വണ്ടി ബെറ്റർ ആയിരിക്കും. 2017 ഓൾട്ടോ 800 നമുക്ക് ചെറിയൊരു റേഞ്ച് 2 രൂപയ്ക്ക് മേലോട്ട് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ സെല്ലിംഗ് ഇട്ടേക്കുന്നത് 275 ആണ്. 275? സെല്ലിംഗ് ഇട്ടേക്കുന്നത് നെഗോഷ്യബിൾ ആണ്.
അങ്ങനെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയണോ അറിയാം, 2 രൂപയ്ക്ക് മേളിലോട്ട് നല്ല 3 രൂപയ്ക്ക് തൊട്ട് താഴെയായിട്ട് നോക്കണം. 2.75 എന്ന് പറഞ്ഞാൽ 2-ന് മേളിലോട്ട് 3-ന് താഴെയാണല്ലോ. അതാ ഞാൻ പറയാം, അത് എളുപ്പം പറയാൻ നല്ലതെന്ന് പറഞ്ഞാലേ ഒരു 3 രൂപയ്ക്ക് താഴെ എന്ന് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് മാറ്റി പറയാം, 3-ന് താഴോട്ട്. 2021 വാഗണാർ ZXi മോഡലാണ്, VXi അല്ല, ZXi 1.2 ആണ്. സിംഗിൾ ഓണറാണ്. 19,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 19,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. ഇത് വാറണ്ടി 3 ഫ്രീ സർവീസും വരുന്നതാണ്. വണ്ടി ക്ലീൻ ആയിട്ട് നീറ്റാണ്, ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അറിയാം, സീറ്റ് കവർ, മാറ്റ്, ബാക്കിൽ സ്പോയിലർ, അങ്ങനെ അത്യാവശ്യം ഒരു വണ്ടിക്കകത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരു കസ്റ്റമർ പ്രത്യേകം ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ സെറ്റ് 9 ഇഞ്ച് ആൻഡ്രോയിഡ് സെറ്റ് ടച്ച് സ്ക്രീൻ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിൽ ക്യാമറ, അങ്ങനെ ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും അഡീഷണൽ ആയിട്ടും കസ്റ്റമർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ മോഡൽ വാഗണർ നോക്കുന്ന കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നമുക്കിത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ഏകദേശം ഒരു 1 ലക്ഷത്തിനകത്ത് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്ന ഒരു കസ്റ്റമർക്ക് സുഖമായിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2021 വാഗണർ ZXi 19,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്ന 560 ആണ്, നെഗോഷ്യബിൾ ആണ്. അത് വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർക്ക് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതും ഒരു 50 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 50 അല്ല, ഒരു 75-80 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. അത്രയും വേണം. ഈ 75 തന്ന് എടുത്തു കഴിഞ്ഞാൽ മാസം അടവ് എങ്ങനെയായിരിക്കും വരുന്നത്? ഒരു 11 രൂപയ്ക്കകത്ത് വരും. 11 രൂപ 11-നകത്ത് വരും. 10-നും 12-നകത്ത് വരും. 5 വർഷം. 5 വർഷം. 2015 ഡിസയർ ആണ്. 2015 ഡിസയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ മോഡൽ വണ്ടിയാണ്. മോഡൽ ചേഞ്ച് വന്നിട്ടുണ്ട്. സിംഗിൾ ഓണർ 31,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ഇന്ത്യയിലൊക്കെ വണ്ടി ഇന്നലെ വന്നേ ഉള്ളൂ. ഇന്ത്യയിലൊക്കെ നോക്കി അത് വെൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുവാണ്. പിന്നെ ഫസ്റ്റ് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടയറാണ്. നമുക്ക് വണ്ടിക്കകത്ത് പെയിൻറ്റിങ് വർക്കോ വേറെ പ്രത്യേകിച്ച് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെറിയ ചെറിയ ബമ്പർ ജോയിൻറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളല്ലാതെ ഒരു സെഡാൻ ടൈപ്പ് നോക്കുന്ന കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ബെറ്റർ വണ്ടിയാണ്. 2015 ഡിസയർ VXi 31,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. 2015 എന്ന് പറയുമ്പോൾ ഈ കിലോമീറ്റർ ജെന്യൂൻ ആണ്. ഇത് ഫുൾ ഹിസ്റ്ററി ഉള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നോക്കിയ വണ്ടിക്കും ഫുൾ ഹിസ്റ്ററി ഉണ്ട്. രണ്ടും ഫുൾ ഹിസ്റ്ററിയും കാര്യങ്ങളുള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ബാക്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളെല്ലാം അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് അങ്ങനെ നമുക്ക് ഹിസ്റ്ററി പറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രാക്ക് നമുക്ക് കസ്റ്റമർ കൊടുക്കാം. കസ്റ്റമർ ജെന്യൂനായിട്ട് തന്നെ ചെയ്തേക്കുന്ന വണ്ടിയാണ്. 2015 ഡിസയർ VXi. 2021 ZXi മോഡലാണ്. നമ്മൾ നേരത്തെ കാണിച്ച സെയിം മോഡൽ വണ്ടി തന്നെയാണ്. നമ്മൾ നേരത്തെ കാണിച്ചത് 2021 ZXi, അത് 20,000 കിലോമീറ്റർ ആണ്. ഇത് കിലോമീറ്ററിനകത്ത് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ ക്യാമറ, സ്ക്രീന്, എഞ്ചിൻ വരുന്ന 1.2 ആണ്. സീറ്റ് കവർ ഉണ്ട്, ഫുൾ മാറ്റ് ഉണ്ട്. ഇന്ത്യയിലൊക്കെ വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് നമുക്ക് മാരുതിയുടെ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും ഉള്ള വണ്ടിയാണ്. നമുക്ക് പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ടയർ കിടക്കുന്നത്. അപ്പോൾ ടയർ കാര്യങ്ങളൊന്നും മാറേണ്ട കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. പിന്നെ കളർ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ബേക്കർ സ്റ്റോക്ക് ആണ്. നമുക്കൊരു ബാക്കിൽ സ്പോയിലറുണ്ട്. നമുക്കൊരു വാഗണർ നോക്കുന്ന കസ്റ്റമർ, ലോ കിലോമീറ്റർ വാഗണർ നോക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് 2 ചോയ്സ് ഉണ്ട്. 15,000 20,000 കിലോമീറ്ററുടെ 2021 ZXi 2 വണ്ടി നമുക്ക് കിടപ്പുണ്ട്. അതൊക്കെ ആണെങ്കിലേ ഇതിൻ്റെ ഈ ബാക്ക് ഡോറ് പക്ഷേ റെഫ്യൂസ് ചെയ്ത പോലെ പഴം പോലെ നിൽക്കുന്നു. ഏതാണ് ഈ ഡോറ്? ഇല്ലാണ്, 15,000 കിലോമീറ്റർ ആയതേ ഉള്ളൂ. അന്നാണ് ഇങ്ങനെ തുറന്നടച്ചപ്പോൾ അണ്ണനൊന്നും തോന്നിയായിരിക്കും. വണ്ടി ആ ജെന്യൂൻ ക്വാളിറ്റി തന്നെ കിടക്കുവാണ്. 15,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടിയാണ്. 2023 സെലീരിയാണ്. സിംഗിൾ ഓണറാണ്. 34,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമ്മൾ ഇപ്പം ചെറിയൊരു സെലീരിയ പുതിയ മോഡൽ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് നോർമലി നമുക്ക് ഒരു വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും ഉണ്ട്. പിന്നെ നല്ല സീറ്റ് കവർ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റ്, ക്യാമറ, അങ്ങനെയുള്ള അഡീഷണൽ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നതാണ്. 2023 സെലീരിയോ VXi എന്ന് പറഞ്ഞ മോഡലാണ്. പ്രോപ്പർ കമ്പനി സർവീസ്, 32,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമുക്ക് ഫിനാൻസ് ഒക്കെ നോക്കുന്ന കസ്റ്റമർക്കാണെങ്കിൽ ഏകദേശം ആദ്യം ഒരു 75 രൂപ റേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി. എൻ്റെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ ഏത് വണ്ടിയുടെ ആണെങ്കിലും, ഇതെന്നല്ല നമ്മൾ നോക്കുന്ന ഏത് വണ്ടിയുടെ ആണെങ്കിലും നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 5.15 ഇട്ടേക്കുന്നത്. 5.15. വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഈ 5.15 ഒക്കെ ചോദിക്കുന്ന വണ്ടി നിങ്ങളൊരു അവസാനം 5 ലക്ഷത്തിന് കൊടുക്കും? അതൊന്നുമില്ല. പിന്നെ ചെറിയ വേരിയേഷൻ ഡിസ്കൗണ്ട്, അത് കസ്റ്റമർക്ക് സന്തോഷമാവുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അതെ, അതങ്ങ് ഒരു ഉദ്ദേശം ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനങ്ങ് ചോദിച്ചതാ. അത് വണ്ടി നമ്മൾ ഫുൾ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്ത് വാറണ്ടി ബേസ് എല്ലാം ചെയ്ത് വൃത്തിയാക്കിയാണ് കൊടുക്കുന്നത്. അതായത് എടുക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യം. അതിനകത്ത് എന്തെങ്കിലും ചെറിയ പെയിന്റിംഗ് ഉണ്ടെങ്കിലോ, എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, ഇന്റീരിയർ ക്ലീനിങ്, പോളിഷിംഗ്. നിങ്ങളിപ്പോൾ ഏത് വർഷം തൊട്ടൊക്കെ ഉള്ള ഒരു വണ്ടിയായിരിക്കും എഞ്ചിൻ ഓയിൽ അടക്കം? നമ്മൾ ട്രൂ വാല്യൂ വണ്ടികളെല്ലാം ഓയിലും ഫിൽറ്ററും എല്ലാം മാറിയാണ് കൊടുക്കുന്നത്. ഈ 30,000 രൂപ അല്ലല്ല, ട്രൂ വാല്യൂ കാറ്റഗറി, അതായത് 18
ഞാൻ 18 തൊട്ട് മേലോട്ടുള്ള വണ്ടിക്ക് കമ്പൽസറി ആയിട്ട് മാറി കൊടുക്കും. കൊടുക്കും. ബാക്കിയുള്ള വണ്ടി നമ്മൾ നോക്കും. തീരെ മോശം ലെവലാണെങ്കിൽ നമ്മൾ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കസ്റ്റമർക്ക് ഫേവർ ആവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും. അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമോ ഇറങ്ങുമ്പോൾ? തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ കസ്റ്റമർക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ പറയും. സാർ ഇത് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് പറയും. ഇപ്പോൾ നമ്മൾ ആ ഒരു വണ്ടിക്ക് അത് ചെറിയൊരു AC ബെൽറ്റ് ഇല്ല, അത് കസ്റ്റമർക്ക് പറഞ്ഞാൽ ആ AC ബെൽറ്റ് ഇട്ടാലേ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ് ക്ലിയർ ചെയ്തായിരിക്കും കൊടുക്കുന്നത് ഏത് വണ്ടിയാണെങ്കിലും. ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 30,000 രൂപ തൊട്ട് മേളിലോട്ട് നോക്കുന്ന ലക്ഷക്കണക്കിന് രൂപയ്ക്കുള്ളത് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉതകുന്നൊരു വീഡിയോ ആയിരുന്നു. അതിൽ സാധാരണക്കാർക്കായിട്ട് 2 വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള വണ്ടികൾക്ക് അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എടുക്കാവുന്ന രീതിയിലുള്ള വണ്ടികളാണ് കണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു നല്ല വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.